ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. 2024 ജൂലൈ 4 റിസൾട്ട് വന്നിട്ട് ഇന്ത്യ സഖ്യം വന്നാൽ ഇവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവും. ഇവര് ഈ ആൻഡ്രൂസ് ആന്റണിക്ക് കർണാടകയില 90 പിന്നെ എല്ലാം 4 തുടങ്ങുന്ന ഒരു ഫാൻസി നമ്പർ ആയിരുന്നു. ഇപ്പൊ ആദ്യം ആ നമ്പർ മാറ്റി 914 പിന്നെ എല്ലാം 1111 എന്ന് ആ നമ്പറാണ് ഇപ്പൊ ആദ്യം ഉപയോഗിക്കുന്നത്. ഞാൻ അന്ന് വേറൊരു ആരോപണം കൂടി പറഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് BJP ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന്. ഇത് അതിൻ്റെ കോപ്പി. ടെറർ BJP തീപ്പൊരി നേതാവും സ്ഥാനാർത്ഥിയും എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചതിൻ്റെ അക്കൗണ്ട് വഴി അന്ന് ഞാൻ 2014 അക്കൗണ്ട് ഹോൾഡർ പേര് നോക്കിയാൽ കാണാമല്ലോ. വായിക്കാൻ പറ്റി വായിച്ചു നോക്കിക്കോളൂ. ശോഭ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ സംശയം എന്താ? നിഷേധിച്ചെടുത്ത് കൊടുക്കാം. 2014 എനിക്ക് ക്യാഷ് കൊടുത്തു പോയി. കാരണം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം ആ കാലഘട്ടത്തിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്നതിന് നിയന്ത്രണമില്ല. ഇപ്പം നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് വഴി കൊടുത്തേക്കണം. രണ്ടാമത് ഡീൽ ചെയ്തപ്പം കാരണം എന്ന് വെച്ചാൽ നമ്മൾ തെളിവിലേക്ക് പോകണല്ലേ. എനിക്കെതിരെ പരാതി വന്ന അന്വേഷണം തുടങ്ങും. ഇലക്ഷൻ കമ്മീഷന് പരാതി വന്നിട്ട് നോട്ടീസായിട്ടുണ്ട്. പത്തനംതിട്ടയിലുള്ള ഞാൻ ഇയാളെ മനഃപൂർവ്വം കോൺഗ്രസിന് വേണ്ടി അപമാനിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് പത്തനംതിട്ട ജില്ലാ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തതിൻ്റെ കോപ്പി. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഏത് ഇന്ത്യ അധികാരത്തിൽ വന്നാലും NDA അധികാരത്തിൽ വന്നാലും ഞാൻ ഉന്നയിച്ചേക്കുന്ന ആരോപണങ്ങൾ 100% എൻ്റെ പേരിൽ അന്വേഷണ വിധേയമാവും. ഒരു സംശയവും വേണ്ട. അന്വേഷണം നടത്തി ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം അനിൽ ആന്റണി എനിക്കെതിരെ പരാതിയായിട്ട് ഇറങ്ങും. ഡൽഹിയിലേക്ക് കേസ് വരും. ജൂലൈ 2 മുമ്പ് വരുമെന്ന് എനിക്കറിയാം. അവരുടെ തൃശ്ശൂരുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് തന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ SBIയുടെ പാർലമെൻറ്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് ആ പൈസ അയച്ചു കൊടുത്തത്. എൻ്റെ ചെക്ക് വഴി ബ്രാഞ്ച്. അതിനകത്ത് സീല് നോക്കി അറിയാമല്ലോ. ഡൽഹി പാർലമെൻറ്റ് സ്ട്രീറ്റ് ഉണ്ട് SBIയുടെ മെയിൻ ബ്രാഞ്ച്. പണം എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ഈ പ്രോപ്പർട്ടി കാണാൻ ചെന്നപ്പോൾ മറ്റ് 2 പേർക്കും ഇതുപോലെ തന്നെ പണം കൊടുത്ത് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് തന്ന് ഞാൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് കടം തരും. നമ്മൾ കടം തന്നെ പണിയില്ല. ഞാൻ ഒരു ബാങ്കല്ല. പകരം എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട് എൻ്റെ പേരിലിരിക്കുന്നത്. ആ പ്രോപ്പർട്ടി പകരം എടുക്കാൻ പറഞ്ഞു. ശരി, അതിന് അഡ്വാൻസ് എന്ന നിലയ്ക്ക് അക്കൗണ്ട് വഴി ജനുവരി 4, 2023 അല്ലേ? നോക്കിയേ, 23 ആദ്യത്തിലല്ലേ? ജനുവരി 4 4/1/23 പണം കൊടുത്തു. പണം കൊടുത്തത് ആ 4/1/23 ഞാൻ പണം കൊടുത്തപ്പോൾ പറഞ്ഞു ആ പ്രോപ്പർട്ടി എന്ത് വിലയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള വില ശ്രദ്ധിക്കണ്ട. എഗ്രിമെന്റ് ഒന്നും വച്ചിട്ടല്ല കൊടുത്തത്. എഗ്രിമെന്റ് ഒന്നും വച്ചിട്ടല്ല. പ്രോപ്പർട്ടിയുടെ എല്ലാ ഡോക്യുമെന്റും എനിക്ക് തന്ന്. ഏത് ശോഭാ സുരേന്ദ്രന്റെ പടമുള്ള ആധാരത്തിൻ്റെ കോപ്പി. ഈ പഴയ ആധാരമല്ലാതെ പഴയ ആധാരങ്ങളിൽ നമ്മുടെ വാങ്ങുന്ന ആളുടെ ഫോട്ടോ വരില്ല. അങ്ങനെ തന്നിട്ട് ഞാൻ ആ ഭൂമി കാണാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് 2 പേര് ഇതേപോലെ തന്നെ ഈ ഭൂമി കൊടുക്കാമെന്നുള്ള നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. ഞാൻ അന്ന് തൊട്ട് പലതവണ എൻ്റെ പണം തിരിച്ചു തരാൻ പറഞ്ഞു. തരാമെന്ന് പറയല്ലാതെ പിന്നെ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ആദ്യം പേര് വെളിപ്പെടുത്താൻ ശ്രമിക്കാത്തവരും ഞാൻ വിചാരിച്ചു എന്നോട് വിളിച്ച് എൻ്റെ പണം തിരിച്ചു തരുന്നു. പക്ഷെ ഇന്നേ വരെ, ഈ നിമിഷം വരെ ഒരു മറുപടിയില്ല. ഇതാണ് ഈ ഭരണകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾ.
എന്നെ ഡയറക്റ്റ് വിളിച്ച് ശോഭാ സുരേന്ദ്രൻ ബന്ധപ്പെടാൻ ഞങ്ങൾ തമ്മിൽ എന്നെ ബന്ധപ്പെടാൻ ഇപ്പം നിങ്ങളൊക്കെ എന്നെ ബന്ധപ്പെട്ടത് ആരെങ്കിലും പറഞ്ഞിട്ടാണ് നേരിട്ടല്ല എൻ്റെ നമ്പർ തപ്പി എടുത്ത് വിളിക്കുന്നത്. അതുപോലെ എന്നെ വിളിച്ചു, കാണണം എന്ന് പറഞ്ഞു. എൻ്റെ മദറിൻ്റെ 81 ബർത്ത്ഡേക്കും ശോഭാ സുരേന്ദ്രൻ പങ്കാളിയായിരുന്നു. ഞങ്ങൾ നല്ല റിലേഷനാണ്. ഈ 2 സ്ഥാനാർത്ഥിക്കും എതിരായിട്ട് പറയുന്ന ഒരു ഇലക്ഷൻ പ്രചരണമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. കഴിഞ്ഞ ദിവസം ഉമാ തോമസ് പറഞ്ഞു എനിക്ക് കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടെന്ന്. PT തോമസുമായിട്ട് എനിക്ക് നല്ല ബന്ധം വരുന്നു. ഈ 26-ാം തീയതി പോളിംഗ് ദിവസമാണ്. ഈ 26-ാം തീയതി ഞാൻ സ്ഥലത്ത് പോലും ഇല്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോലും പോണില്ല, കാരണം ഞാൻ സ്ഥലത്തില്ല. അപ്പം ഞാനൊരു പാർട്ടിയുടെ ആളല്ല, ഞാൻ നിർത്തിയേക്കണ കാൻഡിഡേറ്റുകളല്ല. പക്ഷെ ഞാൻ ഈ ആരോപണം പറയാനിടയായത് ഇവരൊന്നും ശുദ്ധഗതിക്കാരല്ല, കളങ്കിതനാണ് ഞാൻ, ദല്ലാളാണ് ഞാൻ കുഴപ്പക്കാരനാണെന്ന് പറയുന്ന ഈ സമൂഹത്തിലുള്ള ഇത്തരം ആളുകളാണ് കുഴപ്പക്കാര്. പിന്നെ ഇത് ഞാൻ അയച്ച വക്കീൽ നോട്ടീസ് കുന്നുമ്മൽ സുരേന്ദ്രനും നമ്മുടെ അനിൽ ആന്റണിക്കും. ഇത് ഞാൻ ക്രിമിനലായിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള സമയപരിധി ആവുള്ളൂ. അതിനകത്ത് കുന്നുമ്മൽ സുരേന്ദ്രൻ റിസീവ് ചെയ്ത് അനിൽ ആന്റണിയുടെ ഇന്നലെ വരെ പോസ്റ്റ് ഓഫീസിൽ റിക്വസ്റ്റ് ബേസ് ഹോൾഡിംഗ് ആയിരുന്നു. ട്രാക്ക് ചെയ്തപ്പോൾ ഒരു സ്പീഡ്, അതായത് എൻ്റെ ലെറ്റർ 15/4 ഡെസ്പാച്ച് ചെയ്തു. 7 ഡേയ്സാണ് ഹോൾഡിംഗ് ഉള്ളൂ പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ ഈ നോട്ടീസ് ഞാൻ കാട്ടുകള്ളനാണെന്നും കുന്നുമ്മൽ സുരേന്ദ്രൻ, അതായത് അനിൽ ആന്റണി പറഞ്ഞ് ഞാൻ ക്രിമിനലാണ്, വിഗ്രഹമോഷ്ടാവാണ്, അത് തന്നെ കുന്നുമ്മൽ സുരേന്ദ്രൻ റിപ്പീറ്റ് ചെയ്ത്. മനസ്സിലായ? അപ്പോൾ അവർ പ്രൂവ് ചെയ്യണമല്ലോ ഞാൻ ഇതിലുണ്ട്. എൻ്റെ പേരിൽ FIR ഇല്ല. FIR ഉള്ളത് ഞാനിപ്പോൾ കാണിച്ചു തന്നെ. ആകെ അത് കേസിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല ഞാൻ കാണിച്ചത്. എൻ്റെ പേരിലൊരു FIR ഇപ്പോൾ കേരളത്തിൽ ഇല്ല. എൻ്റെ പേരിൽ ഒരു അന്വേഷണം CBI നടത്തിയത് ഞാൻ കഴിഞ്ഞവണേയും പറഞ്ഞു. ആ അന്വേഷണം ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ട് പ്രൊട്ടസ്റ്റ് കംപ്ലൈൻറ്റ് ജോമോൻ അദ്ദേഹം കൊടുത്തത് മാത്രം തിരുവനന്തപുരം CJM പെൻഡിംഗ് ആണ്. ഹോട്ടലിനകത്തല്ല, ഹോട്ടലിന്റെ എൻട്രി കൗണ്ടറിൽ, ഹോട്ടലിന്റെ അകത്തൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ല, ഇതിനകത്തേക്ക് എവിഡൻസിലേക്ക് വരികയാണ്, ബാക്കി വരികയാണ്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല 10 കൊല്ലം മുമ്പ് നടന്ന എപ്പിസോഡാണിത്. ആണ്. കാരണം ഞാൻ പറഞ്ഞില്ല വോട്ട് ക്യാൻവാസ് ചെയ്യാനോ, എല്ലാവരും പറഞ്ഞത് അദ്ദേഹത്തെ തോൽപ്പിക്കാനാന്നാണ്. 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തോൽപ്പിക്കലില്ലല്ലോ, ഉണ്ടോ? പിന്നെ എനിക്കെതിരായിട്ട് ദല്ലാള് ഒളിച്ചു പോയെന്നും ഏതൊരു മീഡിയ എന്ന് ഡൽഹിയിൽ നിന്ന് എന്താ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എനിക്ക് അയച്ചു തന്ന്, അങ്ങനെ ഞാൻ ഒളിച്ചു പോയിട്ടില്ലെന്ന് കാണിക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇപ്പൊ പുറത്തു വിടുന്നല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ എന്തൊക്കെയാണ് നടന്നതെന്ന്. അദ്ദേഹത്തെ ഇലക്ഷന് തോൽപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി PJ കുര്യന്റെയും ആന്റണിയുടെയും നേതൃത്വത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്നല്ലോ പറഞ്ഞത്. ഞാനല്ല എന്ന് പറഞ്ഞു. എനിക്ക് ആന്റണിയായിട്ട് ഒരു സംസാരം പോലും നടന്നിട്ടില്ല. PJ കുര്യനോട് ഞാൻ പരിചയവും, ഒരു സംശയമില്ല. അദ്ദേഹത്തിന് എന്നെ അറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചു, താങ്കൾ ഭാഗികമായാണ് കാര്യങ്ങൾ പറഞ്ഞത്, അത് തെറ്റാണ്. താങ്കളുടെ മുമ്പിൽ ഞാൻ വന്നിരുന്ന് താങ്കളുടെ ഫോണിൽ നിന്ന് ലൗഡാക്കി എന്നെ കേൾപ്പിച്ച് അനിലിനെ വിളിച്ച് എൻ്റെ പണം തന്നെ ഇന്ന ഇഷ്യൂ ആണെന്നും താങ്കൾക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് പൂർണ്ണമായി CBI ഇഷ്യൂ എന്ന് പറഞ്ഞില്ല. താങ്കൾ ഇനി ഭയപകരനായി ഡെപ്യൂട്ടി രാജ്യസഭാ ചെയർമാൻ നിലയ്ക്ക് തന്നെ അവോയ്ഡ് ചെയ്യാണ്ടിരിക്കാൻ. പക്ഷെ താങ്കൾ എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ കേസുകളിലേക്ക് വന്ന കുര്യനും ഞാനും എല്ലാം വരുമല്ലോ, ഒരാൾ ഒഴിഞ്ഞു മാറ്റാൻ പറ്റൂലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമല്ല എന്ന് അങ്ങ് പറയുന്നു. അതേസമയം ഇത്രയും തെളിവുകൾ അങ്ങയുടെ പക്കലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമപരമായി നീങ്ങിയില്ല? ഞാനല്ലേ നിയമപരമായിട്ട് നീങ്ങാനായിട്ടല്ലോ, നിയമപരമായിട്ട് നീങ്ങാൻ ഞാൻ ആദ്യം ഈ ഇഷ്യൂ പറഞ്ഞു. ആ ഇഷ്യൂ പറഞ്ഞതിന് ശേഷം എനിക്കെതിരെ ഒരു ആക്ഷൻ വരുമ്പോഴല്ലേ ഞാനല്ലേ തെളിവ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ രാജ്യത്ത് ജൂൺ 4-ാം തീയതി റിസൾട്ട് വന്ന് ഇന്ത്യ മുന്നണി വന്നാലും NDA വന്നാലും ഇതൊരു അന്വേഷണത്തിന് വിധേയമാവും, ഒരു സംശയവും വേണ്ട. ഇതിപ്പോ നാട്ടിലും ഡൽഹിയിലും ഇപ്പോ രണ്ടാമത്തെ വാർത്താ സമ്മേളനമാണ്. ഒറ്റയ്ക്കുള്ള ബൈറ്റുകൾ വേറെയുണ്ട്. ഇത് ഒരുമിച്ച് വിടാത്തപ്പോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ താങ്കൾക്കും അതിലെന്തെങ്കിലും താല്പര്യമുണ്ടോ? ഒരു താല്പര്യം എനിക്കില്ല. എനിക്ക് എങ്ങനെ താല്പര്യം വന്നത് ഒന്ന് പറഞ്ഞാൽ, ഞാൻ ആ കോൺസ്റ്റിറ്റ്യുവൻസി വോട്ടറല്ല. 2, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി പ്രവർത്തിക്കണ്ട, ഇല്ല. തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അയാൾ നിഷ്കളങ്കനല്ലാത്ത ആളെയാണ് NDA സ്ഥാനാർത്ഥിയാക്കിയേക്കണേന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ
ഇലക്ഷൻ പ്രചരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കണ്ടപ്പോൾ മഹാനായ ഒരു മനുഷ്യനാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അദ്ദേഹത്തിന് മഹത്വമില്ല, കളങ്കിതനാണ്, കച്ചവടക്കാരനാണ്, സൂപ്പർ ദല്ലാളാണ്, ഞങ്ങളൊക്കെ ജൂനിയർ ദല്ലാളാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ആർക്കും ഇതിനെ ഞാൻ പറയേണ്ടി വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വരും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചില്ലേ, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വിട്ട് ആരെ തോൽപ്പിക്കാനല്ല. ഞാൻ ഒരു കേസ് പ്രതീക്ഷിക്കുന്നു. ഒരു നിയമപരമായ നടപടിയിലേക്ക് പോയാൽ മാത്രമേ എനിക്ക് പൂർവാധികം ശക്തിയോട് ഇത് പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇലക്ഷൻ പ്രചരണത്തിന് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഇവർ അവസാനിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തൊക്കെ നടത്തിയിട്ടുണ്ട്. 13-14 കാലഘട്ടത്തിൽ നടന്ന ഇഷ്യൂ ആണ്. ഇന്നലെ അദ്ദേഹം തന്നെ അത് പറഞ്ഞ് 10 കൊല്ലത്തിന് ശേഷമാണ് ഇയാൾ എന്നെക്കുറിച്ച് മോശമായിട്ട് പറയണേന്ന്. മനസ്സിലായി? എന്നെ അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ നിരന്തരം ശല്യപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ. എൻ്റെ ഒരു കാര്യം നടക്കാൻ തന്നെ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണലായിട്ട് ഞാൻ ചെയ്ത പണി തന്നെയാണ്. എനിക്കതിനകത്ത് ഒരു അന്വേഷണം വന്നാലോ കേസ് വന്നാലോ ഇനി എൻ്റെ പേരിൽ അറസ്റ്റ് വന്നാലോ എനിക്ക് പേടിയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ ഗൗരവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും. ഒരു സംശയവും വേണ്ട. എനിക്കെതിരെ മീഡിയകളിൽ, അതായത് വിഷ്വലിലും പ്രിന്റ് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും കാട്ടുകള്ളനും വിഗ്രഹമോഷ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ നോട്ടീസ് അയച്ചു. ആ നോട്ടീസിൻ്റെ പ്രോസസ്സ് ഉണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞാൽ ഞാൻ ക്രിമിനൽ ഡിഫർമേഷനുമായിട്ട് മുന്നോട്ട് പോകും. അല്ലെ ക്രിമിനലോ സിവിലോ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകും. എങ്ങനെയാണ് ഡിഫർമേഷൻ കേസ് നടത്തുന്ന രീതി ഞാൻ ബോധിപ്പിച്ചു കൊടുക്കും. ഒരു ഡിഫർമേഷൻ കേസാണ് രാഹുൽ ഗാന്ധിയെ വഴിയാധാരമാക്കിയത്, ഇല്ലേ? ഡിസ്ക്വാളിഫിക്കേഷൻ വന്നത് എങ്ങനെയാണ് നടത്തണേന്ന് NDA-ക്കാർ കാണിച്ചു കൊടുത്തു രാഹുൽ ഗാന്ധിക്ക്, ശരിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് നടത്തണേന്ന് എല്ലാവരും നോട്ടീസ് അയച്ച് പിരിയാണ്. ആകെ ഞാൻ കേരളത്തിൽ നോട്ടീസ് അയച്ചിട്ട് നിയമ നടപടിയോട് ശക്തമായി മുന്നോട്ട് പോയി കണ്ട ഒരേ ഒരാളാണ് MP ഗോവിന്ദ മാസ്റ്റർ. അദ്ദേഹം നിയമ നടപടിയായിട്ട് മുന്നോട്ട്. ബാക്കി എല്ലാവരും നോട്ടീസ് അയക്കും, പിന്നെ ഒന്നുകൂടി റിമൈൻഡറും കൊടുത്തിട്ട് അവിടെ വെച്ച് നിർത്തി പിരിയും. കാരണം ഇത് നടത്തിക്കൊണ്ടു പോകാൻ അത്ര ഈസിയല്ല. തെളിയിക്കേണ്ട ബാധ്യത നമ്മുടെയാണ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ. നിലവിൽ അനിൽ ആന്റണിയും ശോഭാ സുരേന്ദ്രനുമാണ് താങ്കളുടെ നിന്ന് പണം വാങ്ങി, അല്ലെങ്കിൽ ഒരു കൂട്ടർ തിരികെ നൽകി മറ്റത് തിരികെ നൽകാതെ. 1 കോടി എന്നല്ല പറഞ്ഞത്, 25 ലക്ഷം രൂപ അനിൽ ആന്റണി വാങ്ങി 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തിരിച്ചു തന്നു. ഞാൻ തിരിച്ചു തന്നിട്ടില്ലെന്ന് പറയണില്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ തന്നിട്ടില്ല. 10 ലക്ഷം റുപ്യാണ്. 1 കോടി എന്നല്ല പറഞ്ഞ. എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി. വേറെ ആരെങ്കിലും ഉണ്ടോ ഈ പട്ടിക? വേറെ ആരും. തിരിച്ചു തന്നതിന് തെളിവുകളുണ്ടോ? തിരിച്ചു തന്നതിന് തെളിവെന്തിന്? എൻ്റെ കയ്യിൽ ക്യാഷായിട്ടാണ് തന്നത്. ഞാൻ ക്യാഷായിട്ട് കൊടുത്തു. ഈ ക്യാഷ് തിരിച്ചു കിട്ടാൻ ഞാൻ ഉപയോഗിച്ച 2 ആളുകളാണ് മരിച്ചുപോയ PT തോമസും PJ കുര്യനും. ഈ PJ കുര്യൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിച്ചില്ല, വിളിച്ചിട്ട് ഞാൻ ചോദിച്ച അദ്ദേഹത്തോട്, താങ്കളാണ് ഇതിനകത്ത് സീരിയസ് ആയിട്ട് ഇടപെട്ടത്. താങ്കൾ എന്നോടൊന്ന് പറഞ്ഞു പ്രസിഡന്റിന് ബുദ്ധിമുട്ട് വരരുത്. താങ്കൾ എൻ്റെ മുമ്പിൽ നിന്ന് താങ്കളുടെ ഡെപ്യൂട്ടി ചെയർമാൻ്റെ റെസിഡൻസിലെ ഓഫീസ് റൂമിലിരുന്ന് അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ സാന്നിധ്യത്തിൽ ലൗഡാക്കി എന്നെ കേൾപ്പിച്ചു. എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പറഞ്ഞു. എന്നിട്ട് താങ്കൾ ഒരു 50% പറഞ്ഞത് ശരിയായില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഒരു കേസിലേക്ക് പോയാൽ താങ്കളായിരിക്കും എൻ്റെ ആദ്യത്തെ വിറ്റ്നസ് എന്നും പറഞ്ഞു. വിറ്റ്നസ്സായിട്ട് അങ്ങനെ ചേർക്കും. കാരണം PT തോമസ് മരിച്ചുപോയി, ചേർക്കാൻ പറ്റുള്ളൂ എനിക്ക്. ശോഭാ സുരേന്ദ്രന് കൊടുക്കുമ്പോൾ ഞാൻ അക്കൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തേക്കണം. എനിക്ക് കേസ് നടത്തിയാൽ കിട്ടും. മറ്റതിന് മീഡിയേഷൻ ഇല്ലാണ്ട് കിട്ടൂല, തരൂലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പണം